ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഓക്കെ, സോ നമ്മൾ ഇംഗ്ലീഷ് എക്സാമിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നിന്ന് തന്നെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നത്. ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം, അതും സെയിം സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് മാനേഴ്സ് മേക്ക് ഗുഡ് ഫ്രണ്ട്സ്. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേഴ്സ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മാർക്കാണ് 6 മാർക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് ഗുഡ് മാനേഴ്സ് ഇൻ അബൌട്ട് എ പേജ്. കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാർക്ക് എത്രയാണ്? 8 മാർക്ക്. മൊത്തം 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം വന്നത്. ഓക്കെ ആണല്ലോ. സോ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലിട്ട വീഡിയോയിൽ കമൻറ്റ്സിൽ വെച്ചിരുന്നു ഷുവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇത്തവണ ഷുവർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പറയുന്നൊരു ക്വസ്റ്റ്യനാണ് ഗുഡ് മാനേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്തവണയും 14 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഗുഡ് മാനേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ 6 മാർക്കോ അല്ലെങ്കിൽ 8 മാർക്കായിരിക്കും കൂടുതൽ ചാൻസ്. വളരെ റയർ കേസിൽ മാത്രമേ 4 മാർക്കിന് വരുള്ളൂ. ബട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചു, കാരണം എന്തായാലും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം ഞാൻ പറയുന്നൊരു ക്വസ്റ്റ്യനാണ് ഗുഡ് മാനേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിൽ എഴുതേണ്ടത്? എത്ര ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതൊരു സിമ്പിളായിട്ടുള്ള ആൻസറാണ് ഞാൻ കൊടുക്കുന്നത്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പോലെ. അതേപോലെ നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കുറച്ച് പേര് എന്നോട് പറഞ്ഞിരുന്നു അധികം ലെങ്തി ആൻസേഴ്സ് വേണ്ട, കുറച്ച് ഷോർട്ടായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആൻസർ മതി. അങ്ങനത്തെ ആൻസറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിർബന്ധമായി പഠിക്കണം എന്നൊരു കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഗുഡ് മാനേഴ്സ് വരാം. ഓക്കെ, യെസ്. സോ നമുക്കതിൻ്റെ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഗുഡ് മാനേഴ്സുള്ള ചാപ്റ്റർ എന്താണെന്ന് അറിയണം, അല്ലാണ്ട് നമുക്ക് ഇതിനെ കൊണ്ട് വലിയ ഗുണമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗുഡ് മാനേഴ്സിൻ്റെ ഒരു റിവിഷൻ പോലെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് റിവിഷൻ നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ആ ചാപ്റ്റർ ഫുള്ളൊന്ന് എൻ്റെ കൂടെ തന്നെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഞാൻ റീഡിങ് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അതിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കത് മനസ്സിലാവണം എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, അതിനാണ് ഞാൻ ഈ റീഡിങ് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സോ നിങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 79 ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് ഉള്ളവർ എല്ലാത്തവരും സ്ക്രീനിലേക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ റിവിഷൻ പോലെ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പോവാം. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ഈ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പോലെ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ മാർക്ക് പോകാൻ പാടില്ല. ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാവരും ലാസ്റ്റ് വരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, എൻ്റെ കൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്ലോയിൽ മാത്രമേ വായിക്കുന്നുള്ളൂ. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട്. Good manners. There was once a young man who was strong and healthy and enjoyed his work. In every way, he felt on top of his life and had no sympathy for the uninteresting folk who seemed to form such a large proportion of the population. One day, he got an attack of influenza. He had had it before and paid little attention to it, but this time he developed pneumonia and was dangerously ill. When he recovered, he could only move slowly. He was easily tired and life became difficult for him. When he was well enough to go to work, he found the journey home very trying. He looked at the strong young men sitting comfortably in the train or bus, and then, feeling tired himself, noticed how tired some of the older people were who were standing beside him. Gradually, he got strong again, but when he was in a train or bus, he now looked round to see if there was any older person in need of a seat, and if there was, he gave up his. "I've got my strength back now," he said to himself. "These older people will never have their strength again." When you are cycling and see an old man hesitating on a crossing, don't call him an old fool. He may not hear very well, or he may not see clearly, or he may have become tired with walking. Perhaps he was a famous soldier in the war, and his wounds are still painful,
Or perhaps he has an artificial leg. One day you may go to a war and be severely injured. What will you think if schoolboys make fun of you because you can only move slowly? One of the things all boys and girls are going to learn before very long is that they are fragile little things in a dangerous world. Your parents and your teachers and all older people have had some severe blows already. They get more severe blows every year. Most of them would give all the money they have to get your health and strength, your good teeth and nice hair. You have no idea how tired they are at times, but because they do not complain, you think everything is alright. Well, try to make life easy for them as far as you can, and when it is your turn to suffer, you will feel happier for having helped when you could. Good manners are also important when you are with your own friends. When you speak to anyone, speak clearly and sufficiently loudly for the person to hear. It is an insult to a person to ask his attention and then speak so that he does not understand you. And remember, it is your responsibility to make yourself understood. An American writer called Thoreau said, "It takes two to speak the truth, one to speak and another to hear." This is a very important saying, and it would save a great deal of argument and annoyance in life if people paid attention to it. It takes two to speak the truth. You cannot speak the truth by saying what you think is the truth. You have to express it differently for different people. To some people, socialism means taking money from those who have money and giving it to those who have none. To other people, socialism means state control of industry and commerce. To others, we cannot tell a man the truth about socialism until you know what he understands by the term. If you say, "I believe in socialism," and he understands that you mean you believe in robbery, you must not be surprised if he takes a dislike to you. And if that is not what you mean, you did not speak the truth. If a man says to a friend, "Good morning, Mr. A," and the friend replies, "It's not a good morning at all," is that the truth? Even if the morning is bad. Sometimes people ask very tiresome questions, and we like to make a joke about it. "Are you a Boy Scout?" said a lady to a boy wearing shorts, a jersey with badges, a scout's hat, and carrying a Boy Scout pole. "No," said the little fellow, "I am two eggs on toast." The lady only meant, however, "How nice you look in your uniform." That is the scout uniform, isn't it? And there was really nothing silly in her remark. It is only stupid people who take remarks too literally, as we say. That is, who do not look for the real meaning in the statements people make. Thus, when a friend says, "You will not be going past the post office, will you?" Sorry. Thus, when a friend says, "You will not be going past the post office, will you?" he may mean, "I should be grateful if you would post a letter for me if it is not too much trouble." If you say no to the question because you are not going past the office, it means to your friend that you are not willing to go out of your way, even a little, to oblige him. It is not always easy in company to speak frankly, and if you don't want to be considered a bad-mannered person, you have to watch constantly for signs. It is not easy. For example, to listen for long to any one person. To listen for long to any one person. Try in company to take only a fair share of the conversation. If there are two of you, take half of it. When you have said a little, keep quiet.
and give your friend a chance to say something. If he does not talk, he probably does not want you to talk either. Many a young woman or many a young man or woman talks away, thinking the company is delighted to hear him or her, and everyone is really exhausted and angry. Don't think you can say unpleasant things about someone behind his back and not be found out. It is surprising how the remarks usually find their way to the person with your name attached, so to speak. Whatever you say, always assume that the person may overhear and adjust your remarks accordingly. All experienced people act in this way. Now, here is one of the most surprising things in life. No man really understands himself. What a lot of argument and anger we should be saved if people only understand this. Suppose, for example, you saw a motor accident and were giving evidence about what happened. You would feel perfectly confident, perhaps, that the car which knocked the boy over was a blue car. Another person would be equally confident that it was a grey car, and someone else that it was a black car. Experiments are sometimes made by experts to find out how many errors people do make in their statements. Here is one experiment which was tried. Some students at a university were shown on a screen a picture of a bull flight. Bull flight. Bull? Okay. Flight. Okay. They were then asked to write a short account of what they had seen. When this was finished, they were told to put a number on every statement they made. 1. If they thought so. 2. If they were fairly sure about it. 3. If they were quite sure. And 4. If they were prepared to swear to the statement on oath. Every student had at least 10% errors in the statement he was prepared to swear to on oath, and considerably more than 10% in all the other groups. Now, how does this happen? Here, for example, was one mistake. A student saw the bull having its tongue out. He was quite sure about it. Yet, when he was shown the picture again, he saw that the bull's mouth was closed, but that because its head was turned to the side, the ear looked like the tongue. So, whenever you are arguing with someone about a point, remember that there is quite a good chance that you are wrong, however confident you feel about it. Good manners come from having sympathy with others and from understanding our own limitations. The truth is too big for any one of us to understand. The truth as we see it is only our truth and part of a larger truth. We should always realize that we are humble, unimportant, little people on this earth and try to help the world as much as we can in our short time here. I expect to pass through this world but once. Any good, therefore, that I can do, or any kindness that I can show to any fellow creature, let me do it now. Let me not defer or neglect it, for I shall not pass this way again. Yes, so that is the adapted from an introduction of citizenship, J.C. Hill. Writer J.C. Hill. Okay. So let's go through a short revision. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻസ്. യെസ്, 14 മാർക്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഷോർട്ടായിട്ട് അതിൻ്റെ റിവിഷനിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ? യെസ്. ഫസ്റ്റിൽ തുടങ്ങുന്നത് ഒരു സ്റ്റോറി, ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് നോക്കാം എന്താ സ്റ്റോറി. ഒരാൾ അല്ലേ, ഒരു യങ് മാൻ, അവൻ്റെ കഥയിൽ എന്താ സംഭവിക്കുന്നത്, ഭയങ്കര നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉഷാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്താ, അയാൾക്കുള്ള ജോലിയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അയാൾക്ക് മറ്റുള്ളവരോട്, അതായത് കുറച്ച് ജോലി എടുക്കാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ
നടക്കാൻ പ്രയാസമുള്ള ആൾക്കാർ, അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ ആരോഗ്യമില്ലാത്ത ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തായിരുന്നു, അവരോട് ഒരു സിമ്പത്തി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു സഹതാപം ഒന്നും അവരോട് തോന്നാറില്ല. ആർക്ക്? ഈ ആൾക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു അയാളുടെ സ്വഭാവം. പെട്ടെന്നൊരു പ്രാവശ്യം അയാൾക്ക് എന്ത് വന്നു? ഇൻഫ്ലുവൻസ എന്നുള്ളൊരു രോഗം വന്നു. അപ്പോൾ ഇൻഫ്ലുവൻസ വന്നപ്പോൾ അയാൾക്കത് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് അത്ര വലിയ കാര്യത്തോടെ നോക്കിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ പക്ഷേ ഈ തവണ എന്ത് പറ്റി? അദ്ദേഹത്തിന് ന്യൂമോണിയ, ഇൻഫ്ലുവൻസ കാരണം ന്യൂമോണിയ വന്നു. ഹി വാസ് ഡേഞ്ചറസ്ലി ഇൽ. വളരെ നല്ല രീതിയിൽ എന്തായിപ്പോയി, നല്ല രീതിയിൽ വളരെ മോശം രീതിയിൽ അദ്ദേഹത്തിന് സുഖമില്ലാണ്ടായിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി റെഡിയാവാൻ നോക്കി. അപ്പം റിക്കവറി ചെയ്യുമ്പോൾ, അതായത് ആ രോഗത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. എന്താ ബുദ്ധിമുട്ടുകൾ? അദ്ദേഹം ജോലിക്ക് പോകാൻ പോകുന്നതും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും വളരെയധികം പ്രയാസം തോന്നി. ഓക്കെ, പിന്നെന്താണ്, ആ സമയത്ത് അദ്ദേഹം ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ സീറ്റിലിരിക്കുന്നുണ്ടാവും, ഇയാൾക്ക് സീറ്റ് ഉണ്ടാവില്ല എന്ന് ആര് ശ്രദ്ധിച്ചു? ഇപ്പോൾ സുഖമില്ലാത്ത സമയത്ത് അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ അയാൾക്ക് അയാളുടെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ തുടങ്ങി. ഓക്കെ, പക്ഷേ ഇപ്പോൾ അയാൾ പണ്ടത്തെ പോലത്തെ സ്വഭാവമല്ല, ആ സ്വഭാവം മാറി. ഇപ്പോൾ അയാൾക്ക് സീറ്റുള്ള സമയത്ത് ഒരു വയസ്സായ ഒരാളോ അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ ഒരാളോ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ എണീച്ച് കൊടുക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഐ ഹവ് ഗോട്ട് മൈ സ്ട്രെങ്ത് ബാക്ക് നൗ. എനിക്കിപ്പോൾ എൻ്റെ സ്ട്രെങ്ത് തിരിച്ച് കിട്ടി. ആ രോഗത്തിൽ നിന്ന് തിരിച്ച് എൻ്റെ ആരോഗ്യം കിട്ടി. പക്ഷെങ്കിൽ ഈ വൃദ്ധരായ വയസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ആ ഒരു സ്ട്രെങ്ത് തിരിച്ച് കിട്ടില്ല എന്നാര് പറഞ്ഞു? ഈ യങ് മാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ആ സ്റ്റോറി കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ, ഗുഡ് മാനേഴ്സിൻ്റെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? റൈറ്ററിൻ്റെ പേരെന്തായിരുന്നു മറന്നു. റൈറ്ററിൻ്റെ പേര് JC ഹിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സിലെ നെക്സ്റ്റ് കാര്യം. കുറച്ച് ലെങ്തിയാണ്, കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നുണ്ട്. വെൻ യു ആർ സൈക്ലിംഗ്, നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ഒരു വയസ്സായ ആൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അയാളുടെ ഇങ്ങനെ കുറേ കളിക്കുന്ന വേഗം ക്രോസ് ചെയ്യുന്ന നിങ്ങളിങ്ങനെ ചെയ്യുന്ന അങ്ങനെ പറയാൻ പാടില്ല. ഒരു പക്ഷേ അയാൾക്ക് ഹി മേ നോട്ട് ഹിയർ വെൽ, അദ്ദേഹത്തിന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് നടക്കാൻ വളരെ മെല്ലെ പ്രയാസത്തോടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാവാൻ ചാൻസ് ഉണ്ട് അയാൾ. ഒരു പക്ഷേ അയാൾ പണ്ടുണ്ടായിരുന്ന യുദ്ധത്തിലെ ഒരു സോൾജർ, പട്ടാളത്തിലായിരുന്നേക്കാം അയാൾ, അല്ലേ? അപ്പോൾ പക്ഷേ അയാളുടെ കാലെന്തായിരിക്കും? റിയൽ കാലായിരിക്കില്ല, വെപ്പ് കാലായിരിക്കും. അങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ആലോചിച്ച് വേണം നമ്മൾ മറ്റുള്ളവരെ പറ്റി കളിയാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ആലോചിക്കണം എന്നാണ് ആര് പറയുന്നത്? JC ഹിൽ പറയുന്നത്. വൺ ഓഫ് ദി തിങ്സ് ഇപ്പോൾ ഉള്ള ചെറിയ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കാൻ പോകുന്ന കാര്യം അവരൊക്കെ ഫ്രാജൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ചിലപ്പോൾ കാണുന്നൊരു വാക്കാണ് ഫ്രാജൈൽ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾക്കാണ് ഫ്രാജൈൽ എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളത്ര സ്ട്രോങ് അല്ല. നമുക്ക് ലോകത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാര് പറയുന്നു? JC ഹിൽ പറയുന്നു. യുവർ പാരൻസ്, നമ്മുടെ പാരൻസും അതേപോലെ നമ്മുടെ അധ്യാപകരും നമ്മളെക്കാളും മൂത്തവരൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടി വന്നവരാണ്. അവരുടെ എല്ലാ കൊല്ലം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെറിയ കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു സ്ട്രെങ്ത്, നമ്മുടെ നല്ല പല്ലുകൾ, നല്ല മുടി, ഇതിനു വേണ്ടി അവരെന്തും ചെയ്യും, എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും പറ്റില്ല. ചില സിറ്റുവേഷനിൽ അവരെത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നെന്തില്ല അവർ പറയുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന്. വെൽ, ട്രൈ ടു മേക്ക് ലൈഫ് ഈസി. ഓക്കെ, ഓക്കെ, അതും അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇനി പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മുടെ സ്വന്തം ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഗുഡ് മാനേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ക്ലിയറായി സംസാരിക്കുക. ഇത് എനിക്കുള്ള ലെസനാണ്. ഞാൻ ഭയങ്കര സ്പീഡിൽ പറയുന്നില്ല. യെസ്, ഓക്കെ, ഇതന്നെ നിങ്ങൾ ഓക്കെ, സോറി. അപ്പോൾ ക്ലിയറിൽ സംസാരിക്കുക. അതേപോലെ തന്നെ വളരെ ചെറിയ സ്വരത്തിൽ പറയാൻ പാടില്ല, നല്ല ഒച്ചത്തിൽ സംസാരിക്കുക. നമ്മൾ ഒരാളെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അവരോട് മെല്ലെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എന്നാണ് ആര് പറയുന്നത്? JC ഹിൽ പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറ്റുന്നത്രയും മെല്ലെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, എൻ അമേരിക്കൻ റൈറ്റർ കോൾഡ്
ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അയാളുടെ പേര്, അപ്പോൾ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയില്ല. തോറിയോ എന്നാണ് തോന്നുന്നത്. ഓക്കെ, തോറിയോ. എന്താ പറഞ്ഞ അയാൾ, ഇറ്റ് ടേക്സ് ടു ടു സ്പീക്ക് ദ ട്രൂത്ത്. ഒരു സത്യം പറയണമെങ്കിൽ രണ്ടാൾക്കാർ ആവശ്യമുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്, സത്യം പറയണമെങ്കിൽ ഒരാൾ ആവശ്യമുള്ളൂ എന്ന്. പക്ഷെങ്കിൽ തോറിയോ പറയുന്നത് ഒരു സത്യം പറയണമെങ്കിൽ രണ്ടാൾ ആവശ്യമുണ്ട്. ഒന്ന് അത് പറയുന്ന ആളും, രണ്ടാമത്തെ ആരാണ്, അത് കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്നാര് പറയുന്നു, ജെ.സി.യിൽ പറയുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, ഒരുപാട് നമ്മളെന്ത് പറയുന്നു, ഒരു ഡിബേറ്റ്, നീ തെറ്റാണ് ഞാനാണ് ശരി എന്നിങ്ങനത്തെ ഒരുപാട് അടികൾ, അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എല്ലാവരും ഇതേപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ. ഓക്കെ ആണല്ലോ. കുറച്ച് അതിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ സോഷ്യലിസം അല്ലേ, ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ ഡിബേറ്റുകൾ വരുന്ന ടോപ്പിക്കാണ് സോഷ്യലിസം. ചില ആൾക്കാരുടെ മനസ്സിൽ സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വലിയ പൈസക്കാരുടെ നിന്ന് പൈസ അടിച്ച് മാറ്റുക, എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ഞാൻ പറയുന്നു എന്താണ്, ഞാൻ സോഷ്യലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം മറ്റേ ആളെന്താ വിചാരിക്കാൻ, ഇവൻ ഇങ്ങനെ പിടിച്ച് പറിക്കുന്നത്, റോബറി, കള്ളം, ഒരാളെ പൈസ എടുത്ത് അടിച്ച് മാറ്റി മറ്റൊരാൾ കൊടുക്കുന്നതാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സോഷ്യലിസം എന്താണെന്ന് ആദ്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന സോഷ്യലിസം എന്താണ് എന്ന് മറ്റയാൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അത് കുറച്ച് ലോങ് ആയി പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, യെസ് എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ടു അതേഴ്സ് വി കനോട്ട് ടെൽ എ മാൻ ദ ട്രൂത്ത് അബൌട്ട് സോഷ്യലിസം അൺടിൽ യു നോ വാട്ട് ഹീ അണ്ടർസ്റ്റാൻഡ്സ് ബൈ ദ ടേം. നമ്മൾ ആ സോഷ്യലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം എന്താണോ സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, സ്കിപ്പ് ദിസ് പാർട്ട്. ഗുഡ് മോർണിംഗ്. ഒരാൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് ചോദിച്ചപ്പോൾ മറ്റാൾ പറഞ്ഞു ഇതന്നെ ഗുഡ് മോർണിംഗ് ഒന്നുമല്ലല്ലോ, അത്ര നല്ല മോർണിംഗ് ഒന്നുമല്ല, പക്ഷേ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, ജെ.സിയിൽ പറയുന്നത്. സംടൈംസ് യെസ്. നെക്സ്റ്റ് പാസേജ് പറയുന്നത് എന്താണ്, നമ്മൾ ചിലപ്പം ചില വളരെ സില്ലി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇപ്പോൾ പറയാൻ, ഇവിടെ ക്വസ്റ്റ്യൻ ആണ് നിൽക്കുന്നത്, ആർ യു എ ബോയ് സ്കൗട്ട്. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ NSS, NCC അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് ബോയ് സ്കൗട്ട്. സ്കൗട്ട്സ് നിങ്ങൾക്ക് അറിയാം. യെസ്. സോ ആ സ്കൗട്ട്സിൽ അവർക്ക് യൂണിഫോം ഉണ്ടാവും, അവരുടെ ബാഡ്ജ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഈ കഥയിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ എന്തായിരുന്നു, ഇങ്ങനെ ഒരു സ്കൗട്ടിലെ ഒരു കുട്ടീനോട് ചോദിക്കുന്നു, ഒരു ആൺകുട്ടിയോട് ചോദിക്കുന്നു, നീ ബോയ് സ്കൗട്ടിൽ അറിയോ ബോയ് സ്കൗട്ട്, നീ ഒരു ബോയ് സ്കൗട്ട് ആണോ? നമ്മൾ നല്ല രീതിയിൽ ചോദിക്കുമല്ലോ, നമ്മളിപ്പോൾ കണ്ടു ഓക്കെ ഇതൊക്കെ കണ്ടു നൈസ്, എല്ലാം നൈസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചോദിക്കും അല്ലേ, ആണോ? അപ്പോൾ ഈ കുട്ടി ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നു, അല്ല, നോ, ഐ ആം 2 eggs ഓൺ എ ടോസ്റ്റ്. ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ മുകളിലുള്ള 2 മുട്ടയാണ് ഞാൻ. പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കണ്ടാൽ മനസ്സിലാവുന്നില്ലേ ഞാൻ ഒരു ബോയ് സ്കൗട്ട് ആണല്ലോ എന്നൊരു സ്കോൺഫുൾ ഒരു വളരെയധികം മോശമായ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് മറുപടി പറയുന്നു. അത് നല്ല മാനേഴ്സാണോ, ഗുഡ് മാനേഴ്സാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഗുഡ് മാനേഴ്സാണോ? അല്ല. പക്ഷെ ആ സ്ത്രീ എന്താ ഉദ്ദേശിച്ചത്, ഹൗ നൈസ്, നല്ല യൂണിഫോം ആണല്ലേ, ഇത് സ്കൗട്ടിൻ്റെ യൂണിഫോം തന്നെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ രീതിയിൽ മാത്രമേ ആ സ്ത്രീ ചോദിച്ചിരുന്നുള്ളൂ. അതിന് നമുക്ക് എന്തൊക്കെ പറയാം, എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അതോടെ നമ്മൾ അവിടെ ഒരു ഗുഡ് മാനേഴ്സ് കാണിച്ചു. അതിന് പുറമെ അങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ പോകണോ എന്ന് ചോദിക്കുന്നു ആര്യ റൈറ്റർ. ഇറ്റ് ഈസ് ഓൺലി സ്റ്റുപ്പിഡ് പീപ്പിൾ, തീരെ വിവരമില്ലാത്ത ആൾക്കാർ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടു ലിറ്ററലി പറയുന്ന അതേപോലെ തന്നെ എടുക്കും. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പറയുമല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അപ്പോൾ നമ്മൾ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് അവർ പറയുന്നത് അതേപോലെ തന്നെ വാക്ക് കേൾക്കാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള കളിയാക്കലുകളുടെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ്, ഒരു ഫ്രണ്ട് നമ്മളോട് ചോദിക്കുന്നു, ഇപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചു, നീ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അതിലേയാണോ പോകുന്നത് ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അതിലേ അല്ലല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയും അല്ല. പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ഒരു ലെറ്ററോ ഒരു പോസ്റ്റോ കൊടുക്കാനുണ്ടായേക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ പോസ്റ്റ് ഓഫീസിൻ്റെ അതിലേയാണോ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലേ അല്ലെങ്കിൽ പോലും ഈ സുഹൃത്തിനെ നമുക്ക് സഹായിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, എനിക്കെന്താ കൊടുക്കാനുണ്ടോ, എനിക്ക് തന്നോ, ഞാൻ കൊടുത്തോളാമെന്ന് പറയും അല്ലേ. പക്ഷേങ്കിൽ ശരിക്കും എന്താണോ അദ്ദേഹം പറഞ്ഞത് അത് മാത്രം കേൾക്കുന്ന ഒരാളാണ് എന്ത് പറയും, അല്ല, ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ അതിലല്ല പോകുന്നത്. അപ്പോൾ അവിടെ ആ ഫ്രണ്ട് എന്താ മനസ്സിലാക്കുന്നത്, ദാറ്റ് ഫ്രണ്ട് തിങ്സ് നമ്മൾ പറയുന്നത് നോ എന്ന് പറയുന്നത് എന്തിനാണ്, ഞാൻ എന്ത് ചെയ്യില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യില്ല,
എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താകും, അവിടെ ഒരു ബാഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. ഐ തിങ്ക് ലാസ്റ്റ് പോർഷൻ എത്തിയില്ല. ഇനിയുണ്ട്. കുറേ ഉണ്ടല്ലോ. യെസ്, കുറച്ച് സ്പീഡ് കൂട്ടാം. യെസ് യെസ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു കമ്പനി ടു സ്പീക്ക് ഫ്രാങ്ക്ലി ഇഫ് യു വാണ്ട്. ഓക്കെ, യെസ്, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇതല്ലേ പറഞ്ഞത്? അല്ല നമ്മളിതിന് മുമ്പ് യെസ്, പോസ്റ്റ് ഓഫീസ്. യെസ്, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഈസി. ഓക്കെ, അതന്നെ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷൻ സംഭവിക്കുന്നു, രണ്ടാൾക്കാർ തമ്മിലുള്ള സംഭാഷണം നടക്കുമ്പോൾ അതിൽ എന്താ പകുതി മാത്രം എടുക്കുക. അതായത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കരുത്, പകുതി മാത്രം എടുക്കുക. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പകുതി നിർത്തി വെച്ചിട്ട് മറ്റാൾ സംസാരിക്കാൻ അനുവദിക്കുക. അപ്പോൾ ആ സമയത്ത് അവരൊന്നും പറയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ കോൺവെർസേഷൻ അവിടെ നിർത്തണം, സംഭാഷണം അവിടെ നിർത്തണം. കുറേ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, മറ്റുള്ളവർ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, അവരൊന്നും പറയാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? റിയലി എക്സോസ്റ്റഡ് ആൻഡ് ആംഗ്രി. നമ്മൾ കേട്ട് മടുത്തു എന്നല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് മടുത്തിരിക്കുന്ന, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ കേൾക്കുന്ന ആൾക്കാർ. പക്ഷെ അവരൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു സംഭാഷണത്തിൽ പകുതി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഫുള്ള് നമ്മൾ എടുക്കാൻ പാടില്ല. ബാക്കി പകുതി മറ്റുള്ളവരെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കണം. ഓക്കെ, ഡോണ്ട് തിങ്ക് ബാക്ക് ടു ബി ഫൗണ്ട് ഔട്ട് സർപ്രൈസിങ്. യെസ്, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബാക്ക് ബൈറ്റിങ് അല്ലേ. നമ്മൾ ഒരാളില്ലാത്ത സമയത്ത് അയാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും അതൊരിക്കലും അയാളത്തേക്ക് എത്തില്ല. പക്ഷേങ്കിൽ അത് അയാളുടെ എത്തും. നമ്മുടെ നെയിം ടാഗ് അടക്കം, നമ്മളാണിത് പറഞ്ഞ് നടക്കും, ആരുടെ അടുത്തേക്ക് എത്തും? ആ നമ്മൾ ആരെപ്പറ്റിയാണോ മോശം പറഞ്ഞത്, കുറ്റം പറഞ്ഞത്, അവരുടെ അടുത്തേക്ക് അതെത്തും. ഓക്കെ, ചിലപ്പം നമ്മൾ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചൊക്കെ ആയിരിക്കും അയാളത്തേക്ക് എത്താൻ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് എവർ യു സേ, ഓൾവേസ് അസ്യൂം ദാറ്റ് ദ പേഴ്സൺ മേ ഓവർ ഹിയർ. നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളത് അറിയും, അല്ലെങ്കിൽ അയാൾ ഒരു പക്ഷേ അത് കേൾക്കുന്നുണ്ടാവും എന്ന് ഉദ്ദേശത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരാളെ പറ്റി സംസാരിച്ചാൽ മതി. അല്ലാണ്ട് വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ പറ്റി അനാവശ്യമായി സംസാരിക്കാതിരിക്കുക. അയാൾ നിങ്ങൾ മുമ്പിലുണ്ടാകുമ്പോൾ നിങ്ങൾ അയാളെ പറ്റി അങ്ങനെ പറയുമോ എങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി. ഓക്കെ എന്നാണ് അയാൾ പറയുന്നത്. അല്ലാണ്ട് വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാൻ പോകരുത്, മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കരുത്. യെസ്, നൗ ഹിയർസ് വൺ ഓഫ് ദി മോസ്റ്റ് യെസ് നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ ശരിക്കും നമ്മളെ തന്നെ മനസ്സിലാക്കുന്നില്ല. ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ എന്താണ്, റിയലി കോൺഫിഡൻറ്റ് വാസ് എ ഗ്രേ കാർ. ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ് ആ ആക്സിഡൻറ്റിൽ ഉണ്ടായത് ഒരു ബ്ലാക്ക് കാറാണ്. പക്ഷേങ്കിൽ ഈ ആക്സിഡൻറ്റ് കണ്ട മറ്റൊരാൾ പറയും എന്താണ്, അത് ഗ്രേ കാറാണെന്ന് അവർക്ക് ഉറപ്പായിരിക്കും. മറ്റൊരാൾ പറയുന്നത് എന്താണ്, അത് ബ്ലൂ കാറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അവർ തന്നെയാണ് ശരി. ഒരു പക്ഷേ എന്തായാലും രണ്ടാൾക്കാരുടെ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് പൂർണ്ണ കോൺഫിഡൻറ്റോടെ അതിനെ ശരി, നിങ്ങളെല്ലാം തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഒരു പക്ഷേ നമ്മളെ ഭാഗത്തായിരിക്കാം തെറ്റ്. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻറ്റ്. ചില ആൾക്കാർ ഇതിനെ പറ്റി ഒരു റിസർച്ച് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തും. എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും, ചോദിക്കും നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പം ഒരു ക്വസ്റ്റ്യൻ, ഒരു ബുൾ ഫ്ലൈറ്റിനെ പറ്റിയാണ് കുറച്ച് കുട്ടികളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ 1 2 3 4 എന്ന് പറയണം. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ അതിൽ കണ്ടത് എന്താണ്. അപ്പോൾ അതിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ബുള്ളാണെങ്കിൽ 1 2 3 4. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പാണ് അതിനനുസരിച്ച് കൊടുക്കാൻ. അത്ര ഉറപ്പില്ലെങ്കിൽ 1 കൊടുക്കാൻ, കുറച്ച് ഉറപ്പാണെങ്കിൽ 2 കൊടുക്കാൻ, നല്ല ഉറപ്പാണെങ്കിൽ 3 കൊടുക്കാൻ, 100% എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ 4 കൊടുക്കാൻ. അങ്ങനെയാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അങ്ങനെ എല്ലാ കുട്ടികളും ഈ ആൻസർ ചെയ്തു, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഒരു മിസ്റ്റേക്ക്. ഒരു കുട്ടി പറഞ്ഞു ആ ഒരു ബുള്ളിൻ്റെ നാവ് പുറത്തുണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് നമ്പർ 4 വെച്ച് പറഞ്ഞു. ഓക്കെ ആണല്ലോ.
അത്ര ഉറപ്പായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേങ്കിൽ ആ ഫോട്ടോ ഒന്നുകൂടി കാണിച്ചപ്പോൾ എന്തായിരുന്നു, ആ ബുള്ളിൻ്റെ വായ പൂട്ടിയിട്ടായിരുന്നു ഉണ്ടായത്. അതിൻ്റെ ചെവി ഇങ്ങനെ ചെരിച്ച് വെച്ചതുകൊണ്ട് ചെവി കാണുമ്പം തല തിരിച്ച് വെച്ചുകൊണ്ട് ചെവി കാണുമ്പം എന്തുപോലെ ഉണ്ടായിരുന്നു, നാവ് പോലെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഹ്യൂമൻസ് ആണ്, വി മേക്ക് മിസ്റ്റേക്സ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. യെസ്. സോ വെനെവർ സംബഡി ഈസ് ആർഗ്യൂയിങ് ദെയർസ് എ ഗുഡ് ചാൻസ് ടു ഓക്കെ. അപ്പോൾ നമ്മൾ ഒരാളായിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടാകുമ്പം നമ്മൾ എന്തായിരിക്കും, ഒരു പക്ഷേ നമ്മളായിരിക്കും തെറ്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മളെ ഭാഗത്തായിരിക്കാം തെറ്റ് എന്ന് ഒന്ന് ആലോചിക്കണം. ഓക്കെ, എപ്പോഴും അങ്ങനെ ആലോചിക്കണം എന്നല്ല, ബട്ട് ചില സിറ്റുവേഷനിൽ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടാവാം. കാരണം നമ്മളിപ്പോൾ വെരി സെൽഫിഷ് വേൾഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മളെ ഭാഗത്തല്ല തെറ്റ്, മറ്റുള്ളവരുടെ ഭാഗത്ത് മാത്രമേ തെറ്റ് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളതാണെന്ന് നമ്മൾ എന്തായാലും ജസ്റ്റ് നമ്മളെ മനസ്സിൽ നിന്ന് ആലോചിച്ച് വെക്കണം. ഒരു പക്ഷേ നമ്മളെ ഭാഗത്തായിരിക്കാം തെറ്റ് എന്ന് ഒന്ന് ആലോചിച്ച് വെക്കണം. ഗുഡ് മാനേഴ്സ് കം ഫ്രം ഹാവിങ് സിമ്പത്തി വിത്ത് അതേഴ്സ് ആൻഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്. യെസ്, മറ്റുള്ളവർ ചിലപ്പോൾ ഒരുപാട് നമുക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. പക്ഷേങ്കിൽ അത് ചിലപ്പോൾ അവർ വളർന്ന സ്ഥിതിയായിരിക്കും, അവരെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യണം, അല്ലാണ്ട് വെറുതെ മറ്റുള്ളവരെ വിലയിരുത്താൻ പാടില്ല. ഓക്കെ, ദ ട്രൂത്ത് ഈസ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ലാർജർ ട്രൂത്ത് വിച്ച് ഓൾവേസ് ബി ഹംബിൾ അൺഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓൺ ദ എർത്ത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, വി ആർ ഹംബിൾ, ചെറിയ നിസ്സാരമായ ആൾക്കാർ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതേപോലെ തന്നെ അവർ ടൈം ഹിയർ ഈസ് ഷോർട്ട്. നമ്മളിവിടെ ജീവിക്കുന്നത് വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ആ കാലത്തിൽ എന്ത് ചെയ്യണം, ഐ എക്സ്പെക്ട് ടു പാസ് ടു ദിസ് വേൾഡ് ബട്ട് വൺസ് എനി ഗുഡ് ദർഫ് ഐ കൻ ഡു ഓർ എനി കൈൻഡ്നസ് ഐ കൻ ഷോ. ഓക്കെ, ആ ചെറിയ സമയത്ത് നമുക്ക് എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം കൈൻഡ്നെസ് പരത്താൻ പറ്റുന്നോ അത്രയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഈ ലൈഫിലേക്ക് ഇനി വരില്ല, ഇനി ഒരു ചാൻസ് ഇല്ല നമുക്ക്. നമ്മളിപ്പോൾ എത്ര വയസ്സാണുള്ളത്, ആ വയസ്സിലേക്ക് തിരിച്ച് വരാൻ ചാൻസ് ഇല്ല, ഇനി മുന്നോട്ടേക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വൺ മോർ സൈക്കിൾ എന്നുള്ള പോലെ ഓക്കെ വൺ മോർ ലെറ്റ്സ് ഗോ എന്നിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു 100 വർഷം മുമ്പ് എത്ര ആൾക്കാർ ജീവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് അവരെന്താ വെച്ചാൽ അവരാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും, അവർ ചിലപ്പോൾ മരണപ്പെട്ട് വയ്ക്കുന്നുണ്ട്, ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ആകെ അത്ര കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ പറ്റി ഒരാളിപ്പെങ്കിലും പോലും ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട ഒരാൾ, അയാളെ പറ്റി തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ എല്ലാവരും മറന്നവരുണ്ടാവും അല്ലേ. പക്ഷേങ്കിൽ എന്ത് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, എത്ര വലിയ ഡൊണേഷൻ നടത്തിയ ആൾക്കാരാണെങ്കിൽ പോലും അവരെ പറ്റി മറന്നു പോകുന്നുണ്ട്, എല്ലാവരും മറന്നു. ആ കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുക. നിങ്ങളിപ്പോൾ ജസ്റ്റ് അത് ആലോചിച്ചാൽ മതി. നിങ്ങൾ അടുത്ത് മരണപ്പെട്ട ഒരാളെ പറ്റി ആലോചിച്ചാൽ അവരിപ്പോൾ 2 ആഴ്ച മുമ്പ് മരണപ്പെട്ട ആളാണെങ്കിൽ അവരെ പറ്റി മറന്നുപോയിട്ടുണ്ടാവും ആൾക്കാർ, അവരുടെ സ്വന്തം ഫാമിലിക്ക് പോലും മറന്നുപോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളെപ്പറ്റി ഓർമ്മിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം. നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീടെടുത്ത് കൊടുത്തു. അപ്പോൾ ആ വീട്ടിൽ അവർ എത്രത്തോളം കാലം, ഒരു പക്ഷേ ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 60 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം കാലം നിങ്ങൾ മരണപ്പെട്ടാൽ പോലും അവർക്ക് എന്തുണ്ടാവും, അവർ കടപ്പാടുണ്ടാവും. അങ്ങനെയെങ്കിലും നിങ്ങൾ മരണപ്പെട്ടാൽ പോലും നിങ്ങളെപ്പറ്റി ആൾക്കാർ ഓർമ്മിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒരു പാഠത്തിൻ്റെ ലെസൺ. വെരി ഗുഡ് ചാപ്റ്റർ, എനിക്ക് വളരെ ഇഷ്ടം. യെസ്, അപ്പോൾ നമുക്ക് ഇത് റിവിഷനും കഴിഞ്ഞു. യെസ്, നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആയിട്ടുള്ള 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അത് വേറൊരു വീഡിയോ ചെയ്യുന്നില്ല, ഇറ്റ്സ് വെരി ലോങ് വീഡിയോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, യെസ്, നമ്മൾ ഫൈനലി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പോവുകയാണ്. 6 മാർക്സ് ആൻഡ് 8 മാർക്സ്. ലെറ്റ്സ് ഗോ. യെസ്, ഞാൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാനുള്ള ആ ഒരു 20 പോയിൻറ്റ്സിന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 20 പോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ 20 പോയിൻ്റ് ജസ്റ്റ് സാമ്പിൾ കാണിച്ചിട്ട് കണ്ടോ, ഈ 5 പോയിൻറ്റ്സ്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു സെൻറ്റൻസുകളാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്കിതിൽ ഏതൊക്കെയാണോ എളുപ്പമായി തോന്നുന്നത്, ഏതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ഒരു 12 മുതൽ 15 എണ്ണം വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ, 20 പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ്. ഓക്കെ,
ചിലപ്പോൾ 6 4 മാർക്ക് വന്നാണെങ്കിൽ നിങ്ങൾ അത്രക്കാനും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റുന്നത്രയും പഠിക്കാം. ഓക്കെ ആണല്ലോ. എല്ലാം സിമ്പിളാണ്. ഒന്ന് വായിച്ചു കേട്ടാ. ഗുഡ് മാനേഴ്സ് മീൻ ബീങ് പൊലൈറ്റ് ആൻഡ് കൈൻഡ് ടു അതേഴ്സ്. Saying please, thank you and sorry shows good manners. Good manners help us make new friends and keep old ones. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് ഫുൾ മിക്സ് ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം മിക്സ് ആയിട്ട് ഒരു പാരഗ്രാഫ് പോലെ എങ്ങനെ എഴുതേണ്ടത് ജസ്റ്റ് തന്നെ സെയിം സാധനങ്ങൾ ഇങ്ങനെ നമ്പർ ഇടാണ്ട് ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ ആക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഓരോന്നോരോന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. Good manners make good friends. Write a short paragraph on the importance of good manners. Prepare a write-up on the topic good manners in about a page. Hence, good manners are an asset, courtesy, tolerance, politeness, humility, etc. Manners make friends and relatives. Manners come from having sympathy. Truthful honesty is the best policy. Manners important when you are with your friends. Okay, ഇതാണ് പോയിന്റ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു 20 പോയിന്റ്സ് നോക്കാം. ജസ്റ്റ് വായിക്കാം. Good manners mean being polite and kind to others. Saying please, thank you and sorry shows good manners. Good manners help us make new friends and keep old ones. People like those who are respectful and humble. Speaking nicely shows you care about others. We should listen when someone is talking. Waiting for your turn is a sign of good manners. Helping others shows good character. Honesty is also a part of good manners. Being truthful makes people trust you. Good manners create peace and happiness. Manners show that we respect other people's feelings. We should never be rude even in anger. Using kind words can solve many problems. Good manners are needed at home, school and outside. They make us better students and better people. Saying excuse me when we interrupt is polite. A smile and kind words can make someone's day. We should treat others the way we want to be treated. Good manners are small actions, but they have a big impact. ഓക്കെ ആണല്ലോ. ഇത് മിക്സ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ വായിച്ചത്. ഓക്കെ, അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എക്സാമിന് ഓരോ മാർക്കിന് വരുന്നതിനനുസരിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ 4 മാർക്കിന് വരുമ്പം അത് സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എന്ത് ചെയ്യാം 4 to 8 ലൈൻസ്. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജനറലി ആണെങ്കിൽ ഒരു ഫുൾ പേജിൻ്റെ ഹാഫാണ് 4 മാർക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനെ കുറച്ച് എക്സാം ടിപ്സ് എന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്സ് പറയണം. എന്തായാലും ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, ബട്ട് നിങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ, 4 മാർക്കിന് അത്ര ലൈൻസ് വേണം. ഇനി 6 മാർക്കിനാണെങ്കിൽ 6 to 10 ലൈൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര ഉണ്ടാവും? ഒരു പേജിൻ്റെ 75% ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ടൈപ്പാണ് 8 മാർക്കിൻ്റെ. 8 മാർക്കിന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 10 to 12 അല്ലെങ്കിൽ 10 to 14 ലൈൻസ് ഉണ്ടാവും 8 മാർക്കിൻ്റെ. അല്ലെങ്കിൽ ഒരു ഫുൾ പേജ് ഉണ്ടാവും. ഈ ഒരു ഫോമാറ്റിലാണ് നിങ്ങൾ 4, 6, 8 മാർക്കിന് ചെയ്യേണ്ടത്. അതിങ്ങനെ റൈറ്റിംഗ് ആണെങ്കിൽ മാത്രമാണ്, അല്ലാണ്ട് ലെറ്റർ അങ്ങനത്തേനുമല്ല. ജസ്റ്റ് റൈറ്റിംഗ്, പാരഗ്രാഫ് റൈറ്റിംഗ്, റൈറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ മാത്രം, സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഫോമാറ്റ് നോക്കണ്ടൂ. ഇനി ഡയറിയിൽ പിടിച്ച് വലുതാക്കൊന്നും വേണ്ട, 6 മാർക്ക് ആക്കേണ്ടത്. ഓക്കെ, ഡയറി എത്രയെങ്കിലും ഉള്ളൂ, അത് മാത്രം മതി. റൈറ്റിംഗ് പാർട്ടിലെ സംഭവങ്ങളാണെങ്കിൽ ഈ ഒരു ഫോമാറ്റിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. യെസ്, സോ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ പാരഗ്രാഫായിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേർഡ്സ്, സെൻറ്റൻസസ് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. എന്താണ്? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ്. Good manners mean being polite and kind to others. Saying please, thank you and sorry shows good manners and makes people like you. Good manners help us make new friends and keep old ones. We should always listen when someone is talking and wait for our turn. Speaking nicely shows that we care about others. Helping people and using kind words are signs of good character. Honesty is also a part of good manners and helps people trust us. Good manners are needed at home, in school, and everywhere else. They create peace and happiness around us. We should treat others the way we want to be treated. Even a smile can be a part of good manners and make someone's day better. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിലായിരുന്നു കഴിഞ്ഞ തവണ 14 മാർക്സ് കിട്ടാൻ പോയത്. പക്ഷേ നിങ്ങൾക്ക് ആ ഭാഗ്യമില്ല. അപ്പോൾ ഈ തവണ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, സ്ക്രീൻ നോക്കി പഠിക്കേണ്ട,
നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു 10-12 നിങ്ങൾ മാറ്റി എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് 8 മാർക്കായാലും 6 മാർക്കായാലും 4 മാർക്കായാലും നിങ്ങൾക്ക് ഏതും എഴുതാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു എന്താണ് കഴിഞ്ഞ വർഷം പോലെ 14 മാർക്കിന് വരാൻ ചാൻസ് ഇല്ല. കാരണം കഴിഞ്ഞ വർഷം അതെന്തോ ഒരു വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ 8 മാർക്ക് 6 മാർക്ക് എന്തായാലും വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ. ഇന്നല്ല കമൻസ് ഞാൻ പറഞ്ഞല്ലോ, കമൻസ് ചോയ്സ് ആയിരുന്നു ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഏതെങ്കിലും പറഞ്ഞത്. അപ്പം ഇത് ഞാൻ പറയുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതെല്ലാം പഠിക്കുക. നെക്സ്റ്റിന് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻസിൽ അറിയിക്കാം. So that's it. Oh, it's a very long video. So thank you so much for watching. നമുക്ക് എൻ്റെ എക്സാമിന് നല്ല ബെസ്റ്റ് റിസൾട്ട്സ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ കീപ്പ് വാച്ചിങ്. അതേപോലെ നിങ്ങൾ ഇത് സ്റ്റോക്ക് ആക്കി വെക്കരുത്. ഞാൻ വീഡിയോ ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്ത് പിന്നെ കാണാമെന്ന് വെച്ചാൽ ആ ബേർഡൻ കൂടി പോകുന്നേ ഉള്ളൂ. സോ വാച്ച് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ടൈം കിട്ടുമ്പോൾ അപ്പോഴും കാണാം. അധികം എന്ത് ചെയ്യണ്ട, ടൈം ഉണ്ടെന്ന് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യാനൊക്കെ ടൈമില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, യെസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ഞാൻ പറയില്ല, സബ്സ്ക്രൈബ്, ലൈക്ക്, ബ്ലാ. ഓക്കെ, നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താരെങ്കിലും ഈ ഗുഡ് മാനേഴ്സിൻ്റെ പാരഗ്രാഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്.